അപ്പോൾ എല്ലാവരും നിയക്കുട്ടൻ്റെ ഇൻട്രോ കേട്ടല്ലോ അല്ലേ? നിയക്കുട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ന്യൂട്ടന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് വാങ്ങിയിട്ടുണ്ടേ. ആൾ കുറേ നാളുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്നല്ലേ? അപ്പോൾ നിയക്കുട്ടൻ കുറേ നാളുകൊണ്ട് വാങ്ങണമെന്ന് പറയുന്ന സംഭവം ഇതാണ്. ടെൻ്റാണ് കേട്ടോ. ഒരു ഇൻഡോർ ടെൻ്റാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പ്ലാസ്റ്റിക് പൈപ്പ്സ് ഉണ്ട്. ഒരു 10-20 പ്ലാസ്റ്റിക് പൈപ്പുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് ജോയിൻ ചെയ്ത് വെക്കാനുള്ള കണക്റ്റേഴ്സും കൂടിയുണ്ട്. ഈ പൈപ്പുകൾ തന്നെ ചെറുതും വലുതുമായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിലെ വലിയ പൈപ്പ്സ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെൻറ്റിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ 2 വലിയ പൈപ്പ്സ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് വെക്കാനുള്ള ഒരു കണക്റ്റേഴ്സ് ഇല്ലേ, കുഞ്ഞു കുഞ്ഞു കണക്റ്റേഴ്സ്, അത് ജോയിൻ ചെയ്ത് നമ്മൾ 2 നീളത്തിന് വെച്ചിട്ടാണ് അതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ പോർഷനും ഈ വലിയ 2 ജോയിൻ ചെയ്ത് കണക്റ്റേഴ്സ് ഇടയിൽ വെച്ചിട്ടാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടായിരുന്നു, ഈ കണക്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ഇടയ്ക്ക് മുകളിലത്തെ ഭാഗം വെക്കേണ്ടടുത്ത് ഹസ്ബൻഡിന് ഒരു ചെറിയൊരു ഡൗട്ടായിപ്പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കണക്റ്റർ തിരിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് അത് അസംബിൾ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് നേരം എടുത്തു, ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് എടുത്തായിരുന്നു കേട്ടോ ഈ സംഭവം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നിയക്കുട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ആൾക്ക് അതിൻ്റെ അകത്തുനിന്ന് കയറിയാൽ മതി, അത്രയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. നമുക്കിത് കാണുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നതാണ്, പക്ഷേ ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കിയിട്ട് നമുക്ക് വെക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് എളുപ്പത്തിന് നമുക്ക് വെക്കാൻ പറ്റുമേ. അത് ഞാൻ പറഞ്ഞ പോലെ ആ മുകളിലത്തെ ഭാഗം മാത്രം ഇത്തിരി വെക്കുന്ന ഒരു പാടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ജോയിൻസ് എല്ലാം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നമ്മുടെ ഫൈനൽ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ടെൻറ്റിൻ്റെ ക്ലോത്ത് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് ഇട്ടാൽ മതിയേ. അങ്ങനെ നമ്മൾ ടെൻറ്റിൻ്റെ ക്ലോത്ത് ഇടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അത് ഈസിയാണ്. അതിൻ്റെ ആ ജോയിൻസിൻ്റെ ഇടയിൽ കൂടെ അതങ്ങ് ജസ്റ്റ് അങ്ങ് കയറ്റി കൊടുത്താൽ മതി, അതിൻ്റെ കൂടെ അങ്ങ് പിടിച്ചിരുന്നോളും. ഏകദേശം കട്ടിയുള്ള പ്ലാസ്റ്റിക് റോഡ് തന്നെയാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചാൽ കുറച്ച് നാളത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നിയക്കുട്ടൻ എടുത്തത് ഡിസ്നി പ്രിൻസസിൻ്റെ തീമിലുള്ള ടെൻറ്റാണ്. ഫുൾ പിങ്ക് കളർ വന്നിട്ട് കുറേ പ്രിൻസസും കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൊരു തീമാണ് എടുത്തത്. നിയക്കുട്ടനാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു. അച്ഛാ പെട്ടെന്ന് തീർക്ക്, നിയക്കുട്ടന് ടോയ്സും സാധനങ്ങളും എല്ലാം കൊണ്ട് അതിൻ്റെ അകത്ത് കയറി ഇരിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ആൾക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ നമ്മളുടെ ടെൻറ്റ് ഇതാ ഉണ്ടാക്കി ഫൈനൽ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിയക്കുട്ടൻ്റെ ടെൻറ്റ് ഇതാ റെഡിയായി. എടുത്ത് താഴെ വെച്ചപ്പോൾ തന്നെ ആളകത്ത് കയറിപ്പോയി. പിന്നെ ഒന്നും നോക്കണ്ടല്ലോ, ആൾ പോയി ടെൻറ്റിൻ്റെ അകത്തൊക്കെ കയറി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കി അതിൻ്റെയൊക്കെ ബഹളമായിരുന്നു. പിന്നെ നേരെ പോയി അവൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവളുടെ ടോയ്സൊക്കെ ഓരോന്നായിട്ട് പെറുക്കി എടുത്തുകൊണ്ട് വരുമായിരുന്നേ അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെൻറ്റ്, ഡിസ്നി പ്രിൻസസ് തീമിലുള്ള പിങ്ക് കളറിലുള്ളൊരു ടെൻറ്റ്. ഏകദേശം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കയറാനുള്ള ഒരു എൻട്രൻസ് പോർഷൻ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത പോലെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചുരുട്ടി മുകളിലോട്ട് വെച്ച് മടക്കി അവിടെ കെട്ടി വെക്കാനുള്ളൊരു ഭാഗവും കൂടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നിയക്കുട്ടൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.